അവരോട് പറഞ്ഞതാണ്, യഹോവ തന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് കാക്കുക തന്നെ വേണം. അനുഗ്രഹിച്ചാൽ മാത്രം പോരാ, അനുഗ്രഹിക്കുന്നതിനെ ഒന്ന് കാത്തൂടെ പരിപാലിച്ചുകൂടെ തരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് അപേക്ഷയോടെ കടന്നു എല്ലാ ദൈവമക്കളും എന്നെ കാക്കണം, എന്റെ കുടുംബത്തെ കാക്കണം, എന്റെ ഭവനത്തെ കാക്കണം, എന്റെ ഭവനത്തിന് ചുറ്റുമായിട്ടുള്ള വസ്തുവകകളെ കാക്കണം, കാത്ത് പരിപാലിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. ഇവിടെ ദാവീദ് തുടക്കത്തിൽ പറയുന്നു, യഹോവേ ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. ന്യായത്തെ കേൾക്കണം, നിലവിളി ശ്രദ്ധിക്കണം. എന്തിനായിരിക്കും ദാവീദ് ഇത് പറയുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ഹല്ലേലൂയ, സ്തോത്രം, കുതിന്മേലിരിക്കുന്ന പെട്ടകം കൊണ്ടുവരാൻ പോയി. പെട്ടകം കൊണ്ടുവരാൻ പോകുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം അല്ലെങ്കിൽ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 തൊട്ടൊന്ന് വായിച്ചാൽ നോക്കണമേ, പെട്ടകം ചുമക്കേണ്ടത് പുരോഹിതന്മാരാ. പക്ഷെ ദാവീദ് ബിരുദന്മാരെ വിളിച്ച് പോകാം, ബിരുദന്മാരെ വിളിച്ചുകൊണ്ട് പോകാം. പുതിയ വണ്ടിയിൽ അത് തെളിയിക്കുക, അത് ദൈവത്തിന് പ്രസാദമാകുക. പുതിയ ഒരു വണ്ടി, കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി അതിൽ വെച്ച് പെട്ടകം കൊണ്ടുവരാം. ജനത്തെ എന്തിനൊക്കെ ചുമന്ന് അല്ലെങ്കിൽ ചുമലിൽ വെച്ച് എന്തിന് ഭാരപ്പെടുത്തണം എന്ന് ചിന്തിച്ചു. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയാം, നമ്മൾ കഷ്ടത അനുഭവിക്കണമെന്നും ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റപ്പെടാനും പോണില്ല. ആ തീരുമാനം മാറ്റാൻ അല്ല മോശയും ദാനിയേലും ഏലിയാവും എന്റെ മുമ്പിൽ നിന്നാലും ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ ദാവീദ് ചിന്തിച്ചു, ജനത്തെ കൊണ്ട് എന്തിന് പെട്ടകം ചമപ്പിക്കണം, ഒരു കാളവണ്ടിയിൽ ചമന്ന പോരെ. ഈ ചിന്ത ദാവീദിന് തിരിച്ചടിയായി. ദൈവം 6-ാം വാക്യം വായിച്ചാൽ ദാവീദ് ഒന്ന് ചിന്തിച്ചു, ദൈവം മറ്റൊന്ന് ചിന്തിച്ചു. ദാവീദിന്റെ ചിന്ത മുഖാന്തരം ഒരു മരണം അവിടെ നടന്നു. നീ ചമക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ ചമന്നേ മതിയാവും. ഇല്ല, മറ്റൊരാള് ചമക്കാൻ നീ വിട്ടുകൊടുത്താൽ അതിനേക്കാളുള്ള ഒരു വലിയ മുഖം നിന്റെ മേൽ വയ്ക്കും. യിരെമ്യാവിന്റെ മേലൊരു തടിയിലുള്ള മുഖം വെച്ചിട്ട് ദൈവം പറഞ്ഞു, നീ നൂരണ്ട, ഇതേപോലെ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു. യിരെമ്യാവ് പറഞ്ഞു, ആത്മീയാസൂത്രം ചെയ്യുന്നു, എന്റെ മേൽ ദൈവം ഒരു മുഖം വെച്ചിരിക്കുന്നു, അത് കണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരയുന്നത്, ആ കരച്ചിലുള്ളത് കണ്ടാണ് നിങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞ് ഹനന്യാവ് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു? ആ മുഖത്തെ എടുത്ത് ഒടിച്ചിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് ദൈവം പറഞ്ഞു നിന്റെ മുഖം ഒടിച്ചു കള, ഇനി നീ സ്വതന്ത്രനായില്ല, ഇനി നീ കരയണ്ട, നേരെ വയ്ക്കും. സ്വപ്നം കഴിഞ്ഞപ്പോ ദൈവം എന്ത് ചെയ്തു? ഒരു ഇരുമ്പിന്റെ മുഖം വെച്ചു കൊടുത്തു. ആരൊടിക്കണമെന്ന് എനിക്ക് കാണണം. മനസ്സിലായ? ദൈവം കഷ്ടതയ്ക്കായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെ പദ്ധതി ഒന്നും മാറ്റുന്നില്ല.
ഒരു ഇരുമ്പ് മുഖം വെച്ചപ്പോൾ യിരെമ്യാവ് പറയുകയാണ്, ഹനന്യാവേ, നിന്നെ യഹോവ അയച്ചിട്ടില്ല, അയക്കാതെ വന്നാണ് നീ ഇത് ചെയ്തത്. അതുകൊണ്ട് അടുത്ത വർഷം നീ എന്ത് ചെയ്യും? മരിക്കും. ഇത് കൂടുതൽ ദിവസം നുക പൊടിക്കാനെന്ന് നീ. യിരെമ്യാവ് എന്നൊരു പറഞ്ഞു, യഹോവ അയച്ച പ്രവാചകനാണെങ്കിൽ അത് നടക്കുമ്പോൾ നീ വിചാരിച്ചോളണം എന്നെ ദൈവം അയച്ചിട്ടാണ് വന്നത്. പിറ്റേ വർഷം അതേ സമയമാവുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ഹനന്യാവ് മരിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നമ്മളോട് കഷ്ടത അനുഭവിക്കാൻ നമുക്കായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കഷ്ടത തരാൻ നമ്മളെ വീട്ടിൽ ഒരാൾ വന്നു കയറും. നമ്മളെ സ്നേഹിതനായിട്ടോ ബന്ധുവായിട്ടോ അടുത്ത കൂട്ടുകാരനായിട്ടോ ഏതെങ്കിലും നിലത്തിൽ ആ വ്യക്തി എന്ത് ചെയ്തിരിക്കും? നമ്മൾ അടുക്കൽ വന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദാവീദിന്റെ ചിന്ത മാറ്റി. ഒരു വ്യക്തി മരിച്ചപ്പോൾ ദാവീദ് പേടിച്ചു. ഉബൈദാവിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? പെട്ടകം വെച്ചു. പക്ഷെ ദാവീദ് തെറ്റ് തിരുത്താൻ സമർപ്പണമുള്ളവനായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായ? അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പൗലോസ് പറഞ്ഞതാ, പൗലോസ് പറഞ്ഞതാ, ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്തെന്ന്. പ്രവൃത്തിയുടെ പുസ്തകം 13:26 പൗലോസ് പറയുന്ന ഒരു വാക്ക്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്ത് മടങ്ങി എന്നാണ്. ആരെങ്കിലും ഒരാളൊരു തെറ്റ് പറഞ്ഞാൽ, നീ ചെയ്തത് തെറ്റാണെന്ന് ദാവീദിനെ ഉണർത്തിച്ചാൽ ദാവീദ് അതിനെ ഏറ്റെടുക്കും. അതിനൊരു വ്യക്തമായൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദാവീദ് കൊട്ടാരത്തിൽ ഇരിക്കുമ്പോ പെട്ടെന്ന് ചിന്തിച്ചു, ദൈവത്തിന്റെ പെട്ടകം കൂടാരത്തിൽ കിടക്കണം, ഞാൻ അരമനയിൽ കിടക്കുന്നു, എത്രയും പെട്ടെന്ന് ദൈവത്തിനൊരു ആലയം പണിയണം. നാഥാൻ പ്രവാചകന്റെ അടുത്ത് പറഞ്ഞു, ഗാദിന്റെ അടുത്ത് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ധൈര്യമായിട്ട് പണിതോ, ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ പ്രവാചകൻ വീട്ടിൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അടുത്ത് ആര് പറയാൻ പറഞ്ഞു? നിന്റെ മനസ്സിലുള്ളതാ പറയാൻ പറഞ്ഞത്. ദാവീദിന്റെ കയ്യിൽ യുദ്ധക്കറയുണ്ട്, ദാവീദ് പണിയണ്ട, നീ ചെന്ന് പറ അവന്റെ മോൻ പണിയുമെന്ന്. ഉടനെ ദാവീദിന്റെ അടുത്ത് പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ പണിയണ്ട, നിന്റെ കയ്യിൽ യുദ്ധക്കറയുണ്ട്, നിന്റെ മകൻ പണിത. ദാവീദ് പറഞ്ഞു, ശരി, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മതി, ഞാൻ പണിയുന്നില്ല. നമ്മളോടൊരു തോത് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ ദാവീദ് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് പള്ളിപ്പണി ഉപേക്ഷിച്ചില്ല, ആലയപ്പണി ഉപേക്ഷിച്ചില്ല. അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ദാവീദ് ചെയ്തു. ഞാൻ മരിച്ചതിന് ശേഷമായിരുന്നാലും എന്റെ മോനെങ്കിലും എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. കാരണം ഇത് ദൈവത്തിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കുള്ളതാണ്. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കി ദാവീദ് എന്ത് ചെയ്തു? 1,00,000 താലന്ത് വെള്ളി, താമ്രം, കണൽക്കൽ കവിഞ്ഞ ഇരുമ്പ് എല്ലാം തന്റെ കഷ്ടകാലത്ത് ചെയ്തു. അത് മാത്രമാണോ? ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച അതിന്റെ ആലയത്തിന്റെ മാതൃക എന്ത് ചെയ്തു? പ്ലാനും ദൈവം കൊടുത്തു. വാങ്ങിച്ച് ദാവീദ് വെച്ച് മോന്റെ കൊടുത്തു, ഇതുപോലെ നീ പണിയണം. ഇന്ന് പകൽക്കാലം നമുക്കത് തയ്യാറുണ്ടോ? ദൈവം പറയണ ഇപ്പൊ പോണ്ട. ഇല്ല, ഞാൻ പോകും. ഇല്ല, ഞാൻ നേരത്തെ പിന്നെ പറഞ്ഞു എന്തിന്? മനസ്സിലായ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്തു എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ദാവീദ്
തന്റെ തെറ്റ് മനസ്സിലാക്കിയപ്പോൾ 1 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായം ഒന്നെടുത്ത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 12-ാം വാക്യം തൊട്ട് വായിച്ചേ. നോക്കണമേ, ലേവിയരുടെ അടുത്ത് പറയണം, നിങ്ങളുടെ സഹോദരങ്ങളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ആ പെട്ടകത്തെ കൊണ്ടുവരാൻ ആദ്യം നിങ്ങൾ ശുദ്ധീകരിക്കണം. ഇന്ന് ശുദ്ധീകരണമൊന്നുമില്ല. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പ്രിയ ദൈവങ്ങളെ, ബൈബിളിൽ ഓടി എത്തുന്നതിന് മുമ്പേ ഒന്ന് മേലെങ്കിലും കഴുകിയിട്ട് ബൈബിളിൽ ഇരിക്കുന്നത് നല്ലത്. മനസ്സിലായ? അല്ല, ഓടി വന്ന ഉടനെ ചാടി കയറി വയറിന്റെ മൂട്ടിലൊന്നും ചെന്ന് ഇരിക്കരുത്. വിശുദ്ധിയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ നമ്മളെ വീടുകളിലൊരു 3 വട്ടമെങ്കിലും കുളിക്കുന്ന എത്ര പേരുണ്ട്? ഒരു വട്ടം തന്നെ കുളിക്കാൻ നമ്മൾ പറഞ്ഞ പാട് അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ പെടാപാട് കൂടെയാണ്. പോട്ടെ. അപ്പൊ ദാവീദ് ഇവിടെ എന്ത് ചെയ്തു? വായിച്ച കണ്ട, ആദിയിൽ അത് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് എന്തുണ്ടാക്കി? ഛേദമുണ്ടാക്കി. ഒരു മനുഷ്യന്റെ ജീവനെ നഷ്ടപ്പെടുത്തി. അപ്പൊ ആദ്യമേ ചെയ്യേണ്ട കാര്യം ചെയ്തിരുന്നെങ്കില ആദ്യമേ ചെയ്യേണ്ട കാര്യം ചെയ്തിരുന്നെങ്കിൽ നഷ്ടം വരുമായിരുന്ന? ചെയ്യേണ്ട കാര്യം ആദ്യമേ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, അണല് കടിച്ചതിന് ശേഷം മന്ത്രവാദത്തിന് ആളെ വിളിക്കരുത്. കടിക്കുന്നതിന് മുമ്പേ നീ എന്ത് ചെയ്യണം? അതിന്റെ ഒരു സേഫ്റ്റി ചെയ്തോളണം. അപ്പൊ അത് നിലവാരത്തിൽ അടുത്ത രണ്ടാമത് ദാവീദ് തെറ്റിയത് ഉരിയാവിന്റെ ഭാര്യയുടെ വിഷയമാണ്. ആ വിഷയത്തിനകത്ത് ദാവീദിന്റെ അടുത്ത് വന്ന നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ഒരു കടങ്കഥയിൽ കൂടെ തന്റെ തെറ്റ് വെളിപ്പെടുത്തിയപ്പോൾ ദാവീദ് ചാടി വീഴുന്നു പറയാം, ആ മനുഷ്യൻ മരിക്കണം. ആരാണെന്നൊന്നും ദാവീദ് എന്ത് ചെയ്തില്ല, മനസ്സിലാക്കാതെ പറയുകയാണ്, ഈ തെറ്റ് ചെയ്തവൻ ആരായിരുന്നാലും അവൻ മരിക്കണം. നാഥാൻ പ്രവാചകൻ പറഞ്ഞ ആ മനുഷ്യൻ നീ തന്നെ. മനസ്സിലായ? അങ്ങനെ ആ മനുഷ്യനെ തേടി നീ ഒരിടത്തും പോണ്ട, ഒരു കണ്ണാടി എടുത്ത് വെച്ച് നോക്കിയാ മതി. ആ മനുഷ്യനെ നിനക്ക് നമ്മൾ ഇന്ന് ചെന്നിട്ട് ഒരു കണ്ണാടി എടുത്ത് വെച്ച് നോക്കണം എവിടെയൊക്കെ നമ്മളെ ജീവിതത്തിൽ തെറ്റുണ്ടാകും. ദാവീദ് പ്രാർത്ഥിച്ച അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കുഞ്ഞു മരിച്ചു, എല്ലാം നമുക്കറിയാം. പക്ഷെ ദാവീദിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന 51-ാം സങ്കീർത്തന, അത് ദാവീദ് പറയണേട്ടാ. ഒന്നെടുത്ത് നോക്കണം, എന്നെ നന്നായി കഴുകണം. കഴുകണത് എങ്ങനെ കഴുകുമെന്നാണ് മലാക്കിയിൽ പറയുന്നത്. എന്നെ നിയമദൂതൻ ആലയത്തിൽ വരും, ചവർക്കാരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലായില്ലേ? അതിത്തിരി വേദനിക്കുന്ന ഇടപാടാ. ഇവിടെ ദാവീദ് പറയണേ, എന്നെ നന്നായി കഴുകണം. എനിക്ക് എത്ര വേദനിച്ചാലും കുഴപ്പമില്ല, എന്റെ അകൃത്യം പോകത്തക്ക നിലവാരത്തിൽ എന്നെ എന്ത് ചെയ്യണം? കഴുകണം. അടുത്ത് എന്റെ ലംഘനങ്ങളെ നമുക്ക് അറിഞ്ഞുകൂടാത്തതും അത് തന്നെ.
ദാവീദിന് തന്നെ മറഞ്ഞിരിക്കുന്ന പാവങ്ങളെ വരെ ദാവീദിനറിയാം. പക്ഷെ നമുക്കറിഞ്ഞൂടാത്തത്, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കണം നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയെന്നാണ് നമ്മുടെ ചിന്ത. ദാവീദ് പറയുന്നു, എന്റെ ലംഘനങ്ങൾ എല്ലാം എനിക്കറിയാം. കണ്ടാ, എന്റെ പാവം എവിടെ ഇരിക്കുക? എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ ഉരിയാവിനോടല്ലേ പാപം ചെയ്തത്? ഉരിയാവിനോടല്ലേ അനിഷ്ടമായി ചെയ്തത്? ആ ചെയ്തത് ആർക്കനിഷ്ടമായി ചെയ്തതെന്നാണ് ദാവീദ് പറയുന്നത്? ദൈവത്തിനാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ഓരോ കുറവുകളും ആർക്കനിഷ്ടമായിട്ടാണ് ചെയ്യുന്നത്? ദൈവത്തിന്. അതാണ് ധൂർത്തപുത്രൻ പറഞ്ഞ, അപ്പൊ ഞാൻ സ്വർഗത്തോടാണ് ആദ്യം തെറ്റിയത്, അടുത്താണ് നിന്നോട് പാപം ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളും, എല്ലാ തെറ്റും ആദ്യം ചെന്ന് പറ്റുന്നത് എവിടെയാണ്? ദൈവസന്നിധിയിലാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അന്യന്റെ വക മോഹിച്ചാൽ അത് ആദ്യം ചെന്ന് പറ്റുന്നത് ദൈവസന്നിധിയിലാണ്. നിനക്ക് തരാത്തത് നീ അനുഭവിക്കാൻ ആഗ്രഹിച്ചാൽ അതും ആദ്യം ചെന്നെത്തുന്നത് ദൈവസന്നിധിയിലാണ്. ഇത് എനിക്ക് അനുഭവിക്കാൻ ദൈവം തന്നതാണോ എന്ന് നോക്കിയിട്ടാണ് പ്രിയ ദൈവങ്ങളെ ഏത് കാര്യം ഉപയോഗിക്കൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇല്ലെങ്കിൽ അത് പണിയാകും. അടുത്ത വാക്യം, കണ്ടാ, എന്തിനെന്നറിയാമോ ഇത്രയും കാര്യം ചെയ്യണമെന്ന് പറഞ്ഞത്? ഞാൻ ഇനി സംസാരിക്കുമ്പോ നീതിമാനായിരിക്കണം. എന്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരുത്തനെ കുറ്റം വിധിക്കരുത്. ഇന്ന് പകൽക്കാലം നിങ്ങൾ എല്ലാവരും ഈ വാക്യം ഓർക്കണം. മറ്റൊരുത്തനെ കുറ്റം വിധിക്കത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ നാവ് പൊങ്ങരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ വാക്യം വായിച്ച്. വിധിക്കുമ്പോൾ ഞാൻ നിർമ്മലനായിരിക്കണം. ഒരാളിനെ വിധിക്കണമെങ്കിൽ ഞാൻ നിർമ്മലെങ്കിലേ മറ്റൊരാളെ കുറ്റം വിധിക്കാം, മറ്റൊരാളോട് പറയാവും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എന്റെ അവയവങ്ങളെ താൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കി വെക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് 23 വർഷം ഈ മെയ് മാസത്തിലാവും സഭാ ശുശ്രൂഷയിൽ വന്നിട്ട്. സത്യമായിട്ടും ഏത് നന്മ എൻ്റെ കയ്യിൽ വന്നാലും ഞാൻ ദൈവത്തോട് ചോദിക്കാറുണ്ട്, ഇത് എനിക്ക് അനുഭവിക്കാൻ തന്നതാണോ എന്ന്. അനുഭവിക്കാൻ തന്നതാണെങ്കിൽ ഒന്നും കുറഞ്ഞു പോകില്ല. ദൈവം അനുഭവിക്കാൻ തരാത്ത സാധനം നമ്മൾ എടുത്തു വെച്ചിരുന്നെങ്കിൽ അത് ശൂന്യമാകും, അത് കുറഞ്ഞു പോകും. നിങ്ങൾ ഒന്നും വേണ്ട, അനുഭവിക്കാൻ തരാത്ത ഒരു 5000 രൂപയും ദൈവം അനുഭവിക്കാൻ തന്ന ഒരു 1000 രൂപയും എടുത്തു വെച്ചു നോക്ക്. ഈ 1000 രൂപ ചെലവാകൂല, 5000 തീരും. മനസ്സിലായ ഞങ്ങൾക്ക്? കാരണം അത് ദൈവം അനുഭവിക്കാൻ നമുക്ക് തന്നതാ. അതിനകത്ത് കുറച്ചിലുണ്ടാവില്ല. അതേസമയം ദൈവം അനുഭവിക്കാൻ തരാത്തത്, സാധുവിന്റെ കൃഷി വളരെ ആദായം, പക്ഷേ അന്യായം ചെയ്യുന്നത് കൊണ്ടത് നശിച്ചു പോകുന്നു. നമ്മുടെ കയ്യിൽ അന്യായമുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദാവീദ് രണ്ടാമത്തെ തെറ്റ് ഇതാണ് ചെയ്തത്. മൂന്നാമത് ദാവീദ് ചെയ്തത് 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം.
നോക്കണമേ, മൂന്നാമത്തെ തെറ്റ്, സാത്താൻ ദാവീദിന് ഒരു തോന്നൽ കൊടുത്തു. എന്ത് തോന്നല്? ജനത്തെ ഒന്ന് എണ്ണണം. പക്ഷെ അത് സാത്താൻ കൊടുത്തതാണ്, ദൈവം കൊടുത്തതല്ല. ഇത് പറഞ്ഞപ്പോ യോവാബ് പറഞ്ഞ്, എത്ര ജനം ഉണ്ടെങ്കിലും ജനം നിന്റേതാണ്, നീ ചുമ്മാടന്ന് എണ്ണണ എന്തിന്? രാജകൽപ്പനയായിട്ട് അവ എണ്ണേണ്ടി വന്നു. അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? 2 ഗോത്രങ്ങളെ എണ്ണിയില്ല. അതിന്റെ 6 7 കണ്ട, രാജാവിന്റെ കൽപ്പന യോവാബിന് വെറുപ്പായത് കൊണ്ട് അവർ ബെന്യാമിനെയും ലേവിയെയും എണ്ണിയില്ല. ഇത് യഹോവയ്ക്ക് അനിഷ്ടമായി. ഞാൻ മനസ്സിലായ? അങ്ങനെയല്ലേ അടുത്ത് എഴുതിയിരിക്കുന്നത്? കണ്ട, ഇക്കാര്യം എണ്ണാത്തത് യഹോവയ്ക്ക് അനിഷ്ടമായി. ഇത് ഇസ്രായേലിനെ ബാധിച്ചപ്പോ 70,000 എണ്ണം മരിച്ചു. ഉടനെ ദാവീദ് പറഞ്ഞു, ഞാൻ വളരെ വിഷമത്തിലായിരിക്കണം. അതെന്റെ പൊരുളാണ് കേട്ടോ ഈ സങ്കീർത്തനം. ഞാൻ വളരെ വിഷമത്തിലായിരിക്കുന്നു, ഞാൻ യഹോവയുടെ കയ്യിൽ തന്നെ വീഴാൻ തീരുമാനിച്ചു. ഇതിപ്പോ ദാവീദ് പറയുകയാണ്, എനിക്ക് ഞാൻ ചെയ്ത തെറ്റിനുള്ള വിധി നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരണം, മനുഷ്യരിൽ നിന്ന് വരരുത്. പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ കൂടെ ഇടുക്കമുള്ളവർ ഞെരുക്കമുള്ളവർ എല്ലാം കൂടെ 400 പേരുണ്ടായിരുന്നു. ആ ദാവീദിനോട് ചേർന്ന അവർക്ക് ദൈവം കൊടുത്ത കഴിവ് എന്തെന്നറിയാമോ? 1 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. നല്ല ദാവീദിന്റെ കൂടെ ചേർന്നപ്പോ ഇടുക്കമുള്ളവനും ഞെരുക്കമുള്ളവനും ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ട് യുദ്ധം ചെയ്യാൻ സമർത്ഥനായി മാറി. നമ്മൾ നല്ല കർത്താവിന്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാമർത്ഥ്യം എന്ത് ചെയ്തോളണം? നേരത്തെ വന്ന ഇടുക്കമുള്ളവർ ഞെരുക്കമുള്ളവരൊക്കെയാ, പക്ഷെ ഈ സാമർത്ഥ്യം അവർക്ക് ദൈവം കൊടുത്തു. ദാവീദിന്റെ കൂടെ അങ്ങ് ചേർന്നു. ദാവീദ് ഒരിടം യുദ്ധം അഭ്യസിക്കാൻ കഴിയില്ല. ദാവീദിന്റെ മുമ്പിൽ ദൈവം ഒരിക്കലും ഒരു കരടിയെ, ഒരിക്കലും ഒരു സിംഹത്തെ അങ്ങ് ഇട്ടുകൊടുത്തു. ഇവ എങ്ങനെ അടിക്കണമെന്നൊന്നും എനിക്ക് കാണണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എന്റെ കൈകളെ അവൻ യുദ്ധത്തിന് അഭ്യസിക്കാം, എന്റെ വിരലുകളെ പോരിനായിട്ടും അഭ്യസിപ്പിക്കുന്നു എന്ന്. നമ്മൾ നല്ല കർത്താവിനോട് ചേർന്നാൽ ഇടം കൈയും വലം കൈയും ഒരേപോലെ ഉപയോഗിക്കത്തക്ക നിലവാരത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഇല്ല, അത് ചേരാൻ മനസ്സില്ല ആണെങ്കിൽ അനുഗ്രഹവും അങ്ങനെ തന്നെ ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 9-ാം വാക്യം, സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം പറയുന്നത്, എന്നെ ചുറ്റി വളയുന്ന ശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണം, ഒളിപ്പിച്ചു കൊള്ളണം. അപ്പോ ആദ്യ സ്തോത്രം ചെയ്യുന്നു, എന്നെ ചുറ്റി വളയുന്ന കുറെ പ്രാണശത്രുക്കളുണ്ട്. അവരെന്നെ പിടിക്കാതെ വേണം എന്റെ ചിറകിൻ കീഴിൽ, നിന്റെ ചിറകിൻ കീഴിൽ എന്നെ എന്ത് ചെയ്യണം? മറയ്ക്കണം, അല്ലെങ്കിൽ ഒളിപ്പിക്കണം. ദൈവം എങ്ങനെ നമ്മളെ ഒളിപ്പിക്കും? ആരെ കൊണ്ട് ഒളിപ്പിക്കും? നമുക്കൊരു രോഗം വന്നു അല്ലെ, പൗലോസ് പറയുന്നു, എന്റെ ശരീരത്തിലുണ്ടായ പ്രയാസം ഞാൻ എന്ത് ചെയ്യുന്നു? ശരിക്കും ഞാൻ വചനം നിങ്ങളുടെ മുമ്പിൽ സുവിശേഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ
ദൈവദൂതനെ പോലെ സ്വീകരിച്ചു. അപ്പൊ നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മുടെ അടുക്കലേക്ക് ദൈവം ഒരു ദൂതനെ അയക്കുന്നു, നമ്മൾ അവനെ സ്വീകരിക്കുന്നു. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തില് 4-ാം വാക്യം വായിക്കുമ്പോൾ, യെരിഹോമിനെ ഉറ്റുനോക്കാൻ രണ്ടുപേരെന്ത് ചെയ്തു? അത് വായിച്ചേ. ഇവിടെ ഏരി അറിഞ്ഞുകൂടാത്ത മതില് കെട്ടി അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവരെ ഒളിപ്പിക്കാൻ ഒരാളുണ്ടായി. ഇതുപോലെയാണ് നമ്മളെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ വരുമ്പോൾ ഒളിപ്പിക്കാൻ ഒരാള് ദൈവം നമുക്ക് തരുന്നു. ആ സ്ത്രീ അവരെ കൊണ്ട് വായിച്ചോ, താഴോട്ട് വായിച്ചോ. കണ്ട, അവളെ വീണ്ടും അവരെ പിടിക്കാതിരിക്കാൻ അവൾ എന്ത് ചെയ്തു? അടുക്കി വെച്ചിരിക്കുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു. ഇതൊരു പാസ്റ്ററുടെ ദൗത്യം. സുവിശേഷം പറയാൻ പറഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസിയുടെ ദൗത്യം മറ്റുള്ളവരെ ഒളിപ്പിക്കുക, പ്രതികൂലങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഒളിപ്പിച്ചു. എന്ന് ഒളിപ്പിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ദൈവം. നമ്മൾ എന്ത് ചെയ്തു? നമ്മളിപ്പോ ആഗ്രഹിക്കുന്നത് എന്നും ദൈവം നമ്മളെ ഒളിപ്പിക്കാൻ ഓരോരുത്തരെ നമ്മളെ അടുക്കലേക്ക് അയക്കണം. അതിന്റെ 16-ാം വാക്യമാര് ഇപ്പൊ ആരടുത്ത് പറയുന്നു? അവരടുത്ത് പറയണം, സ്വയമായിട്ട് വിളിച്ചോളണം. എന്നും ആരെങ്കിലും വന്ന് നിങ്ങളെ എന്ത് ചെയ്യില്ല, നിങ്ങൾ പിടികിട്ടിയ? നമ്മളിപ്പോ നിസ്സാര കാര്യം വന്നിരുന്നാലും നമ്മളെ കയ്യിൽ ഫോണുണ്ട്, നമ്മളെ കയ്യിൽ ഒരു 200 പാസ്റ്റർമാരുടെ നൻപരും ഉണ്ട്, പ്രാർത്ഥിക്കുന്ന സഹോദരി സഹോദരന്മാരുണ്ട്. ഇവരെയൊക്കെ വിളിച്ചിട്ട് പറയും, എനിക്ക് ഇങ്ങനെ ഒരു പ്രതികൂലം വന്നിരിക്കണം, നിങ്ങളൊക്കെ എല്ലാവരും എന്ത് ചെയ്ത വളഞ്ഞിരുന്ന. ഞാൻ ജോലിക്ക് പോകുക, ഞാൻ ജോലിക്ക് പോകും. പക്ഷെ നിങ്ങൾ വളഞ്ഞിരുന്നത് എന്ത് ചെയ്തോളണം? ഇവിടെ ആ സഹോദരി പറഞ്ഞ കേട്ടാ, ഞാൻ നിങ്ങൾ അവരെ കയ്യിൽ പിടിക്കാതെ വേണം ഒളിപ്പിച്ച്, ഇനി നിങ്ങൾ ഒളിച്ചോളണം. പിടികിട്ടിയ? ഇനി നിങ്ങൾ ഒളിക്കണം. അതാണ് വേദപുസ്തകത്തിൽ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, വചനം വായന. ഒളിക്കാനാ, പ്രതികൂലങ്ങളിൽ നിന്ന് നിങ്ങളെ കാണാതെ ഒളിക്കാനാ. ആഗാമിന്റെ മൂക്കിന് താഴത്താണ് ഏലിയാവ് ഗെരിദ്രോന്റെ തീരത്ത് കിടക്കുകയാണ്. ആഗാമ് പടയാളികളെ വിട്ടു, ഏലിയാവിനെ കണ്ടില്ല. ഒരു കാക്ക പറന്ന് അപ്പോ ഇറച്ചിയും കൊണ്ടുവന്ന ദൂരത്തിലാണ് ആര്? ഏലിയാവ് കിടക്കണത്. ഈ സ്ഥലത്ത് ഏലിയാവിനെ കണ്ടുപിടിക്കാൻ ആഗാവിന്റെ സൈന്യത്തിന് കണ്ടില്ല, പറ്റിയില്ല. ഏലിയാവ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പറ. തിന്നും കുടിക്കും ഉറങ്ങും, അങ്ങനെയാണോ? ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ? അപ്പോ ഇറച്ചി ഫ്രീ ആയിട്ട് ഒന്നൊരു ജോലിയും ചെയ്യാതെ കിട്ടുകയല്ലേ? ഏലിയാവ് ഒളിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. തനിക്ക് ഇനി അടുത്തൊരു വലിയ ശുശ്രൂഷ ചെയ്യണം. ഞാൻ പോകാൻ പോണ സാരാപത്തിലെ വിധവയുടെ വീട്ടിൽ. അവിടെ അല്പമാവും അല്പ എണ്ണയും ഉണ്ട്. ഇതിനെ വർദ്ധിപ്പിക്കേണ്ട ശുശ്രൂഷ എന്റെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്. അതിനു വേണ്ടി ഒളിച്ചിരുന്ന് എന്ത് ചെയ്യാണ്? ദൈവവുമായിട്ടുള്ള ഒരു അമേദ്യ ബന്ധം ഏലിയാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ ഇരുന്ന ഏലിയാവ് പ്രാർത്ഥനയിൽ മുഴുകി, ദൈവവചന ചിന്തയിൽ മുഴുകി, ദൈവത്തോടുള്ള യാചനയിൽ മുഴുകി ഇരുന്നത് കൊണ്ട് ഏലിയാവ് ഒറ്റ ചോദ്യം,
ഏലിയാവ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ വന്ന വീട്ടില്, ഞാൻ പാർത്ത വീട്ടില് ഇങ്ങനെ ഒരു മരണം നടക്കണോ? ദൈവത്തോട്. ഹല്ലേലൂയ, സ്തോത്രം. ഏലിയാവ് മരിച്ച കുഞ്ഞിനെ അല്ല കൊടുത്തത് അമ്മയ്ക്ക്. അപ്പൊ എവിടെ ഒളിച്ചിരുന്ന സമയത്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു, യാചന ഉണ്ടായിരുന്നു, ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയെ ആരൊളിപ്പിക്കും? യാചനയുള്ള, പ്രാർത്ഥനയുള്ള വ്യക്തി ആരൊളിപ്പിക്കും? യഹോവ ഒളിപ്പിക്കും. വായിച്ചിട്ടുണ്ടോ വേദഭാഗം? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചു നോക്ക്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണമേ, കൽപ്പിച്ചു. ആരെ? യിരെമ്യാവിനെയും ബാരൂക്കിനെയും പിടിക്കാൻ ആര് കൽപ്പിച്ചു? രാജാവ് കൽപ്പിച്ചു. പക്ഷെ യഹോവ അവരെ രണ്ടുപേരെയും ഒളിപ്പിച്ചു. പിടിയടാ, നിനക്ക് തന്റെ ഇടം ഉണ്ടെങ്കിൽ പിടി. എന്താ അതിന് കാരണം? എന്തായിരിക്കും കാരണം? യിരെമ്യാ പ്രവാചകന്റെ വായിൽ എന്ത് ചെയ്തു? ദൈവം തൊട്ടു, വചനങ്ങളെ ആക്കി കൊടുത്തു. ഇനി ഒരു വചനവും എന്ത് ചെയ്യണ്ട, പ്രത്യേകമായിട്ട് പഠിക്കേണ്ട കാര്യം യിരെമ്യാവിന് ഉണ്ടോ? പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആവശ്യവും യിരെമ്യാവിന് ഇല്ല. പക്ഷെ എങ്കിലും യിരെമ്യാവുണ്ടല്ല, കരച്ചിൽ നിർത്തിയില്ലെന്ന് 9-ാം അധ്യായത്തിൽ പറയാണ്, അയ്യോ, എന്റെ പുത്രിയുടെ നികിതന്മാർ നിമിത്തമുള്ള കണ്ണുനീര് കൊണ്ട് അവർക്ക് വേണ്ടി കരയാൻ എനിക്കൊരു സത്രം കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കരയണം. കാരണം ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് ദൈവത്തോട് ചില കാര്യങ്ങൾ പറയണം. അത്ര കഷ്ടം എന്റെ ജനം അനുഭവിക്കുകയാണ്. ആ അനുഭവിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് കരയണം. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ പ്രിയ ദൈവമക്കളെ, ഈ ഒരു ചിന്ത നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്കിരുന്ന് കരയാൻ. എൻ്റെ മകൻ രോഗത്താൽ ഭാരപ്പെടുന്നു, എൻ്റെ വീട് സാമ്പത്തിക കടഭാരത്തിലായിട്ടായിരിക്കുന്നു, എനിക്ക് ലഭിക്കേണ്ട നന്മകൾ എനിക്ക് ലഭിക്കാൻ കഴിയുന്നില്ല. ഒറ്റയ്ക്കിരുന്ന് കരയാൻ. ഒറ്റയ്ക്കിരുന്ന് കരയുന്നവനെ ദൈവം ഒളിപ്പിക്കും. ആർക്കും അവനെ പിടികിട്ടില്ല. 2 യിരെമ്യാവ് പറയുന്ന കേട്ടാ, 15 ഒന്ന് വായിച്ചേ. യഹോവേ നീ അറിയുന്നു. എന്തറിയുന്നു? നോക്കണമേ, എന്താണ് ഒന്നറിയുന്നത്? ഞാൻ നിന്റെ നാമനിമിത്തം നിന്ന് സഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ഒറ്റയ്ക്കിരുന്ന് കരയണത്. നിന്ന് സഹിക്കുന്നു. നോക്കണമേ, നിന്ന് സഹിക്കുന്നെങ്കിലും യിരെമ്യാവ് എന്ത് ചെയ്യുന്നു? വചനങ്ങളെ കണ്ടെത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഒരു 3 അധ്യായം വായിക്കുന്നവര് ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ, നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും.